കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപക നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായ പി കൃഷ്ണപിള്ള വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 78 വർഷം. പി കൃഷ്ണപിള്ളയുടെ ജീവിതവും കാലവും കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമാണ്. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. സ്വാതന്ത്ര്യ സമര സേനാനി, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ്, ധീരനായ വിപ്ലവകാരി, തൊഴിലാളി വർഗ നേതാവ്. സഖാവ് എന്ന പദം അതിന്റെ എല്ലാ മഹത്വത്തോടെയും മനുഷ്യരൂപമാർജിച്ച വ്യക്തിത്വമായിരുന്നു പി കൃഷ്ണപിള്ള. പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഒരു നേർസാക്ഷ്യമായിരുന്നു പി കൃഷ്ണപിള്ളയുടെ ജീവിതം. സഖാക്കളുടെ സഖാവ് എന്ന് വിളിച്ച് ജനത കൃഷ്ണപിള്ളയെ ഹൃദയത്തിലേറ്റി. എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് പി കൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും രൂപീകരണത്തിന് നിർണായക നേതൃത്വം നൽകി. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് 1938 നടന്ന ഐതിഹാസികമായ പണിമുടക്ക് സമരത്തിന് നേതൃത്വം നൽകിയത് പി കൃഷ്ണപിള്ളയായിരുന്നു. 1939 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദ്യ ഘടകം രൂപീകൃതമായപ്പോൾ കൃഷ്ണപിള്ള ആദ്യ സെക്രട്ടറിയായി. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ പി കൃഷ്ണപിള്ള വഹിച്ച പങ്ക് വളരെ വലുതാണ്. 1948 ഓഗസ്റ്റ് 19 ഒളിവ് ജീവിതത്തിനിടെ പാമ്പുകടിയേറ്റ് മരിക്കുമ്പോൾ പി കൃഷ്ണപിള്ളയ്ക്ക് പ്രായം 42 വയസ്സ് മാത്രം. നിസ്വാർത്ഥമായ ആ ജീവിതം അവസാനിക്കുമ്പോൾ സഖാക്കളെ മുന്നോട്ട് എന്നായിരുന്നു സഖാവിന്റെ അവസാന വാക്കുകൾ. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.